ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. ചേലക്കര വെങ്ങാനല്ലൂരിൽ നിന്ന് കൗതുകമുണർത്തുന്ന ഒരു വാർത്ത. വെങ്ങാനല്ലൂർ സ്വദേശി മണികണ്ഠൻ്റെ വീട്ടിലെ പശു ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. സാധാരണയായി പശുക്കൾ ഇരട്ടക്കുട്ടികളെ പ്രസവിക്കാറില്ല. ഏറെ കൗതുകമുണർത്തുന്ന ഈ കാഴ്ച കാണാൻ നിരവധി പേരാണ് മണികണ്ഠൻ്റെ വീട്ടിലെത്തുന്നത്. ചേലക്കര വെങ്ങാനല്ലൂരിൽ പശുവിന് ഇരട്ടക്കുട്ടികൾ. കൗതുകമായി അപൂർവ പ്രസവം. വെങ്ങാനല്ലൂരിൽ പശു ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയ സംഭവം നാട്ടുകാരുടെ ശ്രദ്ധ നേടുന്നു. വെങ്ങാനല്ലൂർ സ്വദേശി മണികണ്ഠന്റെ വീട്ടിലെ പശുവാണ് ഒരേ സമയം 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. സാധാരണയായി പശുക്കൾ ഒരു പ്രസവത്തിൽ ഒരു കിടാവിന് മാത്രമാണ് ജന്മം നൽകാറുള്ളത്. അതിനാൽ ഈ അപൂർവ സംഭവം അറിയാൻ നിരവധി പേരാണ് മണികണ്ഠന്റെ വീട്ടിലെത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു പശുവിന്റെ പ്രസവം. പ്രസവത്തിൽ ഒരു ആൺകിടാവും ഒരു പെൺകിടാവുമാണ് ജനിച്ചത്. അമ്മ പശുവും 2 കിടാക്കളും സുഖമായിരിക്കുന്നതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു. 4 വർഷം മുൻപ് പഴയന്നൂരിൽ നിന്നും കുഞ്ഞായിരിക്കെയാണ് മണികണ്ഠൻ ഈ പശുവിനെ സ്വന്തമാക്കിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു മോരിക്കുട്ടിക്ക് പശു ജന്മം നൽകിയിരുന്നു. പിന്നീട് ആ കിടാവിനെ വിൽക്കുകയായിരുന്നു. പശുവിന്റെ പാൽ വിറ്റുകിട്ടുന്ന വരുമാനമാണ് മണികണ്ഠന്റെയും കുടുംബത്തിന്റെയും പ്രധാന ഉപജീവന മാർഗം. ഞാനൊരു 5 കൊല്ലം മുമ്പേ പഴയന്നൂരിൽ നിന്ന് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാറുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് വരുമ്പോൾ കൊടുന്നതാണ്. ഓട്ടോറിക്ഷയിൽ കൊടുന്നു. അപ്പോൾ അന്ന് അവിടെ നമ്മുടെ ഒരു പരിചയമുള്ള ആൾ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, ഒരു വയസ്സായ ആൾ പറഞ്ഞു ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു കുട്ടി എനിക്ക് വേണം, വളർത്താനാണ്, നല്ലൊരു പാലക്കുള്ള വേണം, അതുകൊണ്ട് ജീവനമാർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുന്നതാണ്. കൊടുന്നപ്പോൾ അത് ആദ്യത്തെ ഒരു പ്രസവം കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവം. അപ്പോൾ ഇന്നലെ പ്രസവിച്ചു. 2 കുട്ടികളാണ്, ഒരു പെണ്ണ് ഒരു ആണാണ് കിട്ടിയത്. അപ്പോൾ അതാ ഇപ്പോൾ കുഴപ്പമില്ല. അവർ കാര്യമായിട്ട് ഒരാൾ പാൽ കുടിക്കാൻ തുടങ്ങി, ഒരാൾ ഇങ്ങനെ മെല്ലെ എണിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാൽ അവിടെ ചെറുതായിട്ട് നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറഞ്ഞു, ഒന്ന് ഉഷാറായി വരുന്നുണ്ട്. ചെറിയൊരാൾക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്. രണ്ടാളും പാലൊക്കെ കുടിച്ച് ഇങ്ങനെ കിടന്ന് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരെങ്ങനെ നോക്കി നടക്കലാണ്. നമ്മൾ ഇതുകൊണ്ടൊരു ജീവമാർഗ്ഗമായിട്ട് ഇങ്ങനെ പോവാണ്. ഇരട്ടക്കുട്ടികൾ ജനിച്ചതോടെ പാലുൽപാദനത്തിൽ താൽക്കാലിക കുറവുണ്ടാകുമെങ്കിലും കിടാക്കളെ നല്ല രീതിയിൽ വളർത്തണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം. അതെ, ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ആദ്യത്തെ പ്രസവ കറവ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് ഇതിന്റെ കിടക്കുക. രണ്ടാളും ഒരു പാത്രം വെച്ചിട്ട് ഇന്റെ ഭയങ്കര പേടി ആൾക്ക്. ഇന്റെ ഇതിൽ നിൽക്കണ ആൾട്ടോ പശു. അപ്പൊ ആള് എന്ത് വെച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇക്കടേ പറഞ്ഞാൽ അവിടെ നിന്നോളും. അപ്പൊ അത് കഴിയണവരെ ഒരു 6-7 ലിറ്റർ 8 ലിറ്റർ വരെയൊക്കെ കിട്ടും കാലത്ത്. പാല് വെക്കുന്നുണ്ട്. ഇനിയിപ്പോ അത് രണ്ടാളുണ്ട്. ഇനിയിപ്പോ വെക്കേണ്ട കാര്യം നമുക്കത് അവരുടെ കാര്യം കഴിഞ്ഞിട്ടുള്ളൂ. വെക്കലൊക്കെ അവരാണ് മെയിൻ കാര്യങ്ങൾ. എന്നിട്ടാണ് വെക്കണായി തീരുമാനിച്ചിട്ടുള്ളത്. വീട്ടിലെ പുതിയ അതിഥികളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ആവേശവും പ്രകടിപ്പിക്കുന്നത് മണികണ്ഠന്റെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളാണ്. സമയം കൂടുതലും കിടാക്കൾക്കൊപ്പമാണ് അവൾ ചെലവഴിക്കുന്നത്. പശുക്കളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഇരട്ടപ്രസവത്തിന്റെ വാർത്ത പരന്നതോടെ അയൽവാസികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് വെങ്ങാനല്ലൂരിലെ മണികണ്ഠന്റെ വീട്ടിലെത്തി ഇരട്ട കിടാക്കളെ കണ്ടുമടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് CCV.